വലിയ അവകാശവാദങ്ങളോടെ അധികാരമേറ്റ വി.ഡി. സതീശൻ സർക്കാർ ആദ്യ 24 മണിക്കൂറിനുള്ളിൽ തന്നെ കടുത്ത ഗ്രൂപ്പ് പോരിലേക്കും നയതന്ത്ര പരാജയത്തിലേക്കും കൂപ്പുകുത്തുന്ന കാഴ്ചയ്ക്കാണ് കേരളം സാക്ഷ്യം വഹിക്കുന്നത്. മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് ആദ്യ മന്ത്രിസഭാ യോഗവും കഴിഞ്ഞിട്ടും ഒരു മന്ത്രിക്ക് പോലും വകുപ്പ് വിഭജിച്ച് നൽകാൻ കഴിയാത്ത നാണം കെട്ട അവസ്ഥയിലാണ് UDF സർക്കാർ. കേസില്ല വക്കീലെന്ന് പറയുന്നത് പോലെ വകുപ്പില്ലാ മന്ത്രിമാരായി കോൺഗ്രസ് നേതാക്കൾ വിലസുമ്പോൾ ഈ തക്കം നോക്കി എല്ലാ വകുപ്പുകളും സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കി വാശി തീർക്കുകയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. സതീശൻ മുഖ്യമന്ത്രി ആയെങ്കിലും ഭരണം നിയന്ത്രിക്കുന്നത് KC വേണുഗോപാൽ ആണെന്ന ആക്ഷേപങ്ങൾ ശരിവെക്കുന്ന തരത്തിലാണ് അണിയറയിലെ തർക്കങ്ങൾ. വകുപ്പ് നിർണയം വൈകുന്നതിന് പിന്നിൽ മുന്നണിക്കുള്ളിലെ കടുത്ത അതൃപ്തിയാണെന്ന് പരസ്യമായി കഴിഞ്ഞു. ചില പ്രധാന വകുപ്പുകൾ ചില പ്രത്യേക പാർട്ടികൾക്ക് നൽകുന്നതിനെതിരെ കോൺഗ്രസിനുള്ളിൽ തന്നെ കടുത്ത എതിർപ്പാണ് ഉയർന്നത്. മുഖ്യമന്ത്രിയുടെ മാത്രം അധികാര പരിധിയിലുള്ള ഈ തീരുമാനം വൈകുന്നത് സർക്കാരിന്റെ സുഗമമായ പ്രവർത്തനങ്ങളെ ഭാവിയിൽ ഗുരുതരമായി ബാധിക്കുമെന്ന് ഉറപ്പാണ്. മറുവശത്ത് മുസ്ലിം ലീഗിന് മുന്നിൽ കോൺഗ്രസ് പൂർണ്ണമായും മുട്ടുമടക്കിയെന്ന ആരോപണം ശരിവെക്കുന്നതാണ് മന്ത്രിസഭയിലെ സ്ഥാനക്രമങ്ങൾ. മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയെ വീണ്ടും നാണം കെടുത്തുന്ന സമീപനമാണ് സതീശൻ പക്ഷം സ്വീകരിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി കഴിഞ്ഞാൽ ആഭ്യന്തരമന്ത്രിയായ ചെന്നിത്തലയ്ക്കാണ് 2ാം സ്ഥാനം നൽകേണ്ടതെന്നിരിക്കെ മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയെ അപ്രഖ്യാപിത ഉപമുഖ്യമന്ത്രിയാക്കി വാഴിച്ചിരിക്കുകയാണ്. സത്യപ്രതിജ്ഞാ ചടങ്ങിലും ഗവർണറുടെ ചായ സൽക്കാരത്തിലും ഗ്രൂപ്പ് ഫോട്ടോ എടുത്തപ്പോഴും കുഞ്ഞാലിക്കുട്ടിക്കായിരുന്നു 2ാം സ്ഥാനം. 2ാം നമ്പർ ഔദ്യോഗിക കാറും കുഞ്ഞാലിക്കുട്ടിക്കാണ് അനുവദിച്ചിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് തൊട്ടടുത്ത് കുഞ്ഞാലിക്കുട്ടിക്ക് ഓഫീസ് ഒരുക്കിയപ്പോൾ ചെന്നിത്തലയെ താഴത്തെ നിലയിലേക്ക് തള്ളിമാറ്റി. നിയമസഭയ്ക്കുള്ളിലും ട്രഷറി ബെഞ്ചിൽ മുഖ്യമന്ത്രിക്ക് തൊട്ടടുത്ത് കുഞ്ഞാലിക്കുട്ടിയാകും ഇരിക്കുക. ലീഗിന് അമിതാധികാരം നൽകി കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളെ വെട്ടിനിരത്തുന്ന വി.ഡി. സതീശന്റെയും സംഘത്തിന്റെയും ഈ തരം താണ രാഷ്ട്രീയ കളിയിൽ കോൺഗ്രസ് അണികൾക്കിടയിൽ ഇപ്പോൾ തന്നെ വലിയ തോതിലുള്ള പ്രതിഷേധവും പുകച്ചിലും പുകയുകയാണ്. തുടക്കത്തിലെ പാളിയ ഈ ഗ്രൂപ്പ് പോര് വരും ദിവസങ്ങളിൽ UDF സർക്കാരിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല.